ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നാപ്പോളി തന്നെ എണീക്കുക, സ്നാപ്പിൽ കയറുക, ഒരു സ്നാപ്പ് ഇടുക. ആർക്കാ ഇന്ന് എത്ര സ്ട്രീക്കായി മുമ്പാ? ഇന്നത്തെ 1,76,000 സ്ട്രീക്കായി. ഗൈസ് മെൻഷൻ യുവർ സ്നാപ്പോളി. രാവിലെ തന്നെ എടുക്കുക, സ്നാപ്പ് ഇടുക, വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് ഏതോ ആൻറ്റി പ്ലീസ്. ആജ് കാമിലെ ഫുഡില്ല എന്ന് പറഞ്ഞ് ഒരാള് വിഷമിച്ച് സാഡടിച്ച് രാവിലെ തന്നെ വന്ന് നീ ഡിപ്രഷൻ മൈൻഡിരിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഫുഡില്ലായിരിക്കുന്നത്. കൊമ്പാച്ചന്റെ പേരുള്ള സാധനം. അപ്പൊ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുവാന്ന്. എല്ലാരും ഉണ്ട്. അരേ ഡോമർ ബൈ ഗൈസ്. അപ്പം നമ്മുടെ വാസ്കോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. വാസ്കോ പറഞ്ഞോടാ. ആദ്യമായിട്ട് പറയാ, ഞാൻ കുറച്ച് നാൾ മുന്നേ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ വീട്ടില് കമന്റും കാര്യങ്ങളൊക്കെ കുറെ കണ്ടായിരുന്നു. എല്ലാരും ചോദിക്കാം വാസ്കോ എവിടെ, വാസ്കോ എന്ത്, വാസ്കോനെ കാണുന്നില്ല, മിസ്സി വാസ്കോ. അപ്പൊ റീസൺ പറയണല്ലോ, അതൊന്നുമില്ല. വീട്ടില് അച്ഛന് ഓൾറെഡി വയ്യായിരുന്നു കുറച്ചാള് മുന്നേ. അപ്പം വീട്ടിലോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് കൂടെ വയ്യാതായപ്പം വീട്ടിലിപ്പോ കറന്റ് ചേട്ടൻ ജോബ് ചെയ്യുന്നതുകൊണ്ട് വേറെ ആരും ഇല്ല വീട്ടില്. അപ്പൊ അവർക്ക് ഓരോ വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, ഡിസ്കിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. ഇടയ്ക്കൊക്കെ ഇനി ഇങ്ങോട്ട് കാണും. ഞാനല്ലല്ലോ, നീയല്ലേ പറയണ്ട. ആക്ച്വലി പെട്ടെന്ന് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിൽ കൂടെ നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ അവനെല്ലാം ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ ഫോണും കംപ്ലൈന്റ് ആയിരുന്നു, അതാണ് സ്റ്റോറി കാര്യങ്ങളൊന്നും അപ്ഡേറ്റ്. ഇപ്പോൾ ഒന്ന് ഫോൺ റെഡിയാക്കി കൊടുത്തു, ഫോൺ റെഡിയായി. പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ PC കൊണ്ടുപോയി അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വാന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ എന്തായാലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പം വന്ന സമയത്തുള്ള അവസ്ഥകളൊന്നും അല്ല. അന്ന് അക്കോമഡേഷനും സാലറി ഒക്കെ ഫ്രീ ആണ്. ഇപ്പം അവന് വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കേണ്ട സമയമായിട്ടുണ്ട്. വീട്ടുകാർക്ക് വയ്യാന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നാൽ ഇവിടെ നിന്ന് വന്ന് PC ഒക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം വരുമ്പോൾ എത്രടാ ടൈറ്റിൽ വരുന്ന സമയത്ത് 14K അല്ലേ? അങ്ങനെ നിന്ന ആൾ ഇന്ന് ഇത്രയും ലക്ഷം ഫോളോവേഴ്സിലേക്ക് എത്തിയിട്ട് നിർത്തി പോകേണ്ട, സൈഡിൽ നിന്ന് അത് നോക്കാൻ പറഞ്ഞ്. പിന്നെ എന്തെങ്കിലും കോഴ്സ് കൂടെ ചെയ്യാൻ പറഞ്ഞ്. അവന് ഇഷ്ടമുള്ള സാധനം തന്നെ, കുക്കിങ്ങിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഹോട്ടൽ മാനേജ്മെന്റ് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞ്. ഇടയ്ക്ക് വരുമോ? അതാ ഈ ഇവിടുന്ന് പോയി എല്ലാരെയും പോലെ ആവും. നിന്റെ സ്ഥാനം നീ ആർക്കും വിട്ടുകൊടുക്കില്ല. കഴിക്കാനായിട്ട് ഞാൻ എത്തും. പോയി കാര്യങ്ങൾ ചെയ്യാം. എന്നാലും എല്ലാവരും പോകും, ഒരു ടൈമിൽ പോകും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ തിരുപ്പൂരായിരുന്നു. ഇവൻ വന്ന ദിവസം ഞാനില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി എത്തി. പിറ്റേന്ന് രാവിലെ എന്താ പറയുക, എനിക്ക് ഇവിടെ വന്നപ്പോൾ സന്തോഷമായി. ഞാനിവിടെ ഉള്ളപ്പം പുറത്ത് കാണാത്ത ചിപ്സ്, ബദാം, അണ്ടിപ്പരിപ്പ് എല്ലാം വെളിയിൽ ഇങ്ങനെ ഇരിക്കണം. ഞാൻ നിക്കളെ വന്നപ്പോ സാധാരണ ഒരു സാധനം ഇവിടെ കാണാൻ കുറെ തപ്പയിലും കിട്ടില്ല. 2 ബോക്സ് നിറച്ച് ഫുള്ള് ചിപ്സും ബദാമും എല്ലാം കിടക്കുന്നു. ആർക്കും വേണ്ട ഇവിടെ തന്നു. അതല്ലടാ, ഇത് സംഭവം ഇവിടെ കിട്ടിയപ്പോഴേ നമ്മൾ നിന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇത്തട അമ്മ കൊണ്ടുവന്നത് അതാ സംഭവം. നിനക്കുള്ള പങ്ക് കിട്ടിയില്ലേ? കിട്ടി, ഞാൻ എടുത്ത്. ഇങ്ങനെ ഇതാണ് അവസ്ഥ. എന്നാലും വരൂലേ, മന്ത്ലി ഒരു 2 പ്രാവശ്യമൊക്കെ എന്തായാലും എത്തും. നിങ്ങളെ എന്താണ് ത്രില്ലടിപ്പിക്കുന്ന ചലഞ്ചുകളുമായി വാസ്ക ഉണ്ടാവും. വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വരിക. പിന്നെ നമ്മളിനി എത്ര ഫ്രണ്ട്ഷിപ്പും കമ്പനി എന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധിക്കുള്ള വീട്ടുകാർക്ക് മനസ്സിലാവത്തില്ല. നമ്മളൊരു കാര്യം ട്രൈ ചെയ്യുമായിരുന്നു, ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ നീ എന്തായാലും ഈ മേഖലയിൽ നിനക്ക് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് കുറേ നമ്മളെല്ലാവരും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, പല രീതിയിലും നിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിർത്തിക്കളയാതെ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിന്ന് പോയ ആരായാലും ഈ മേഖലയിൽ ഒരുപാട് വളരണമെന്ന് ആഗ്രഹിച്ചൊപ്പം വന്നവരാ. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ വന്നവർക്കൊക്കെ ഇപ്പം ഒരുവിധം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആരും അംഗീകരിച്ചാലില്ലെങ്കിലും പലരും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നീ നന്നായിട്ട് ചെയ്യുക, വേറെ ആരെയും കണ്ട് ചെയ്യാറാ. പിരിയുമ്പോഴും നല്ല സന്തോഷത്തോടെ തന്നെ പിരിയുക. ഉള്ളില് വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ റാഷി വീട്ടിൽ പോയിരിക്കുകയാണ്, ജാബിർ വീട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ കൈസ് ബൂട്ട് ക്യാമ്പിൽ ഒരാളുടെ കല്യാണം വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ആരുടെ ആയിരിക്കും എന്നുള്ള നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, ഗസ് ചെയ്ത് കമന്റ് ചെയ്യുക. ഓക്കെ, അതിനെ കുറിച്ച് വേറെ വീഡിയോ വരും. എന്തായാലും കൃത്യമായിട്ട് ചെയ്യണം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു 3.5-4 മണിക്കൂർ ഒരൊറ്റ പറക്കം അടിച്ച് തോല് വിളിക്കും. കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് ലെവലിൽ എത്താൻ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് കുറെ പോരായ്മകൾ ഉണ്ടാവും, കുറവുകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, തടസ്സം ഉണ്ടാവും. സാഹചര്യങ്ങൾ മാറാം. കൊടുത്ത വാക്കും ലക്ഷ്യവും മറക്കരുത്. ഓക്കെ, കൃത്യമായ പണിയെടുക്കുക.
എടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് ടൈമായാലും നമ്മളെ വിളിക്കുക. വീട്ടിലെ കാര്യമായാലും നിന്റെ കാര്യമായാലും എന്തുണ്ടെങ്കിലും വിളിക്കുക. ഇവിടെ നിന്ന് പോയി അയ്യോ എനിക്ക് ഇക്കാടെ കൂടെ നിൽക്കേണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇക്കാടത്ത് എന്ത് പറയും, മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ട്, അതായത് ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ള, പ്രത്യേകിച്ച് ഇത് ഹോസ്പിറ്റൽ കാര്യം, ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല. വേണ്ട സമയത്ത് അവരോട് വേണ്ട സമയത്ത് നമ്മൾ വേണം. എത്ര നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ അവരെ കൂടെ നിൽക്കേണ്ട സമയത്ത് നിൽക്കണം. ഇതിപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലൊന്നും അല്ലെങ്കിലും അപ്പം അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് റെസ്റ്റ് വേണം. അപ്പോൾ അവിടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനായാലും എല്ലാത്തിനും ഇവർ ഉണ്ടാവണം. അതായത് കുറേ കാലമായി മോനെ പിരിഞ്ഞിരിക്കില്ല, സ്നേഹം കൊണ്ട് കൂടിയെന്ന് തോന്നുന്നു. തടിച്ച് പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് അവനൊരു പ്രഷർ കൊടുക്കുമ്പം അത് വീട്ടുകാർക്കൊരിതായി വെറുതെ അതിൻ്റെ കാര്യമില്ല. അവിടെ നിന്ന് ചെയ്യോടെ, നീ ഫോൺ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഈ ഇവനുണ്ടല്ലോ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നു, അവന്റെ ഫോണിന്റെ ക്യാമറ ഇവൻ കേടാക്കി. എത്രയുടെ ഇന്നലെ പൊട്ടിച്ച്? 6500 രൂപ. എന്തായാലും ഈ ഫോണിൽ ഇപ്പൊ വീഡിയോ എടുക്കുന്ന ഫോണിന്റെ ബാക്ക് ഇവൻ നശിപ്പിച്ചു. ഹലോ, ഇത് നിന്റെ എക്സ്പെൻസ് ഞാൻ എഴുതും. ഹാപ്പി ആയിട്ട് പോവാൻ, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാ. എടേ വരണേടേ, ഇത്രയും കാലം ഇവിടെ നിന്നതിന് ഒരു അർത്ഥമില്ലാതാക്കരുത്. വരണേ, എന്തുണ്ടെങ്കിലും നമുക്കിടയിൽ സംസാരിക്കാം. ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞാണ് കാണുന്ന വിളിച്ച് പറയുക, കറക്റ്റ് ചെയ്യുക. ഓക്കെ, നീ ഹാപ്പി അല്ലേ ഇവിടെ നിന്നിടത്തോളം കാലം? നിനക്ക് വേണ്ടി ഇവിടെ ഉള്ളവരും നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ നന്ദി ഒന്നും ഉണ്ടാവണേ. ശരി, ഓക്കെ, പോയി വാടി ചക്കടേ. ഒരു ഹിമക്കരടീനെ പിടിച്ചവരുണ്ടല്ലടാ, അവസാനായിട്ടൊന്ന് ഊക്കിയല്ലടാ കൊമ്പ. കൊമ്പ കരയൂടെ ചെയ്താ സെറ്റായി. കരഞ്ഞ നേച്ചറിൽ നിന്ന് എല്ലാരും വേദന കിട്ടി കൊമ്പം പഠിച്ച് മുടിയുടെ കളറൊക്കെ വെട്ടി. എന്റെ ഭഗവതി, അതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ, ഫസ്റ്റ് വാസ്കോ വരുമ്പോ കൊമ്പം പിക്ക് ചെയ്യാൻ പോണത്, പോയി കൊമ്പ ഇവനെയും കൊണ്ട് വരുന്നത്. ഞാൻ കൊമ്പനോട് ചോദിച്ചിട്ടുണ്ട്, ഇവൻ ഓക്കെ ആണോ, ഇവൻ ആള് ശരിയാണോ എന്നൊക്കെ കൊമ്പൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരിക്കണേ. ഇല്ലക്കാ, കൊമ്പ എല്ലാരും വിശ്വസിക്കും, എല്ലാരും സ്നേഹിക്കും. പൊട്ടനെ പെട്ടെന്ന് തോന്നുന്ന ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കിട്ടും. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, കാതലില്ലാത്ത മരം ആർക്കും വേണ്ടെന്ന് പറയുന്ന പോലെ. പള്ളി ഇപ്പൊ ചേർത്തലേക്കൂടെ പോണ അതിന് പിടിക്കും. ഓക്കെ, എനിക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. എന്തിനു വേണ്ടിട്ടാ? അപ്പൊ വേറെ ഒന്നും മനസ്സിൽ വിഷമമൊന്നുമില്ലല്ലോ. വരണട്ടാ. ഓക്കെ, ഫ്രീ ഉള്ളപ്പോഴേക്ക് ഇറങ്ങി പൊളിക്കാം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാരും പോകുമ്പോ ഇവർക്ക് അറിഞ്ഞിട്ട് ഇവ പോകുമ്പോ കര ആരും ഇല്ലടാ. കരയണ്ട, പോട്ട് കണ്ണി പൊടി. ഞാൻ പണ്ട് ഞാൻ ചേർന്നൊക്കെ പറയും, ഇത് കുമ്പനാണ്, മറ്റേ ഫ്രീ ഫയറിലെ വലിയ പ്ലെയർ ആണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞായിരുന്നു, നീ അന്ന് ആഗ്രഹിച്ച ആളെ കൂടെയൊക്കെ അല്ലേ ഇപ്പൊ പോയി നിന്നത്, അപ്പം ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നല്ലോ പറഞ്ഞായിരുന്നു. ഈ ക്യാമറ വിളിക്കുന്ന മെസ്സേജ് അയച്ചെന്തറിയോ? ഫസ്റ്റ് വർക്കിലത്തെ സ്ട്രീം ഹൗസ് വെച്ചിട്ട് മെസ്സേജ് അയച്ചെന്തറിയോ? കൊമ്പേട്ടന്റെ കൂടെയൊക്കെ വന്ന് നിക്കണം, വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ ആഗ്രഹിച്ച ആള് ഇരുന്ന് കരയുന്നടാ. ഇങ്ങനെ നീ ആഗ്രഹിച്ച് കൂടെ വന്നിട്ട് അവനെ കരയിച്ച് പോയത് ശരിയായില്ലടാ വാസ്കോ. നിങ്ങളെ കമന്റ് ചെയ്യണം. കൊമ്പന്റെ കൂടെ ആയിരിക്കണം, ഓഡിയൻസ് എപ്പോഴും കൊമ്പന്റെ കൂടെ ആയിരിക്കണം. കൊമ്പൻ കീ ജയ്. സോ നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, സാഹചര്യങ്ങളാണ്. അതനുസരിച്ച് മാറേണ്ടി വരും, മാറാതെ നിൽക്കുന്നവരും ഉണ്ടാവും. അവൻ എന്തായാലും വരില്ല വാസ്കോ. എന്തായാലും വീഡിയോ എല്ലാം കറക്റ്റ് ചെയ്യണം. വീക്കിൽ ഒരു വീഡിയോ എങ്കിലും വന്നിരിക്കണം. മാക്സിമം ട്രൈ ചെയ്യും. അറിയാം ഇവിടത്തെ കണക്കായിരിക്കും സാഹചര്യങ്ങൾ മോശമായിരിക്കും. വീട്ടുകാർ പതിയെ അവർക്ക് മനസ്സിലാവും എന്താ നമ്മൾ ട്രൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ. അതിന്റെ കൂടെ കോഴ്സും കൂടെ നോക്കാം. അല്ലാതെ എങ്ങനെ തുലാണ്ട് ഇവൻ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ. ആ കൊമ്പ അടുത്ത പഠിക്കാൻ പോലെടാ. കൊമ്പ പഠിക്കാൻ പോണ നേഴ്സറിയില് കൊമ്പാച്ച 2 ദിവസം പോവും. പിന്നെ ഇല്ലല്ല, ആ കോഴ്സൊക്കെ എടുത്ത് എനിക്ക് അയച്ച്, ഞാൻ പറഞ്ഞിട്ടല്ല, അവൻ എനിക്ക് അയച്ചിട്ട് ഒരു കോഴ്സ് എനിക്ക് പഠിക്കാൻ പോയ കൊള്ളാന്ന് പറഞ്ഞു. അതൊക്കെ പിന്നെ പറയാം. 2 ദിവസം മുന്നേ കൊമ്പാച്ചൻ ചേർന്ന കൊമ്പാച്ചനെ കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ചേർന്ന ഒരുത്തന്നെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. പുള്ളി അവിടെ ചേർന്ന്, പക്ഷെ കൊമ്പനില്ല. ഇത് വേറെ, ഇത് അവിടെയും വേറെ ആരെങ്കിലും ചേരും.
കൊമ്പം പോയില്ലെങ്കിൽ ആരെങ്കിലും ചേരും. അപ്പൊ നീ പൂർണ്ണമായി നിർത്തി പോകാത്തതുകൊണ്ട് നമ്മൾ ട്രീറ്റ് നടത്തുന്നില്ല. വരവെന്ന എല്ലാരും പോലെ വരവെന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പൊ തിരിച്ചു വന്നാ കൊള്ളാം. ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെയും കുറെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും കല്യാണം. സെറ്റ് ചെയ്ത് ചെറുക്കൻ ഇറങ്ങുവാണ്. എന്തായാലും ചാറ്റ അതെ ഇറങ്ങുവാണ്. വീട്ടൊക്കെ ആയപ്പം ദേ നമ്മളെ തിരക്കി 2 പേര് വന്നിട്ടുണ്ട്. പപ്പയും അമ്മയൊക്കെ അടിയിൽ ഇപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതും ഒരു ചെറിയ ബാഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണ്. എടേ ഇത്രയും ദിവസം എവിടെയായിരുന്നു മിസ് ചെയ്താ? അതെ നിനക്കാ നീ എന്നെ ഇവിടെ അല്ലല്ലോ ചോറ. എടാ ഗൈസ് അപ്പം ബൈ പോവാന്ന് എന്താ പറയാനുള്ളേ? ഇത്ര നാള് ലൈക്ക് കോച്ചിങ് എന്താ പറയുക സിവിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ പഠിക്കാനോ ഞാൻ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് വീട്ടിൽ കുറച്ച് സീനായി ഗൈസ്. ഇപ്പോൾ എന്താ പറയുക കോച്ചിങ്ങിന് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് ഇനി പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി എഴുതി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നുവെച്ച് വീട്ടിൽ പോയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ കാരണം വീട്ടിൽ നിന്ന് നല്ലൊരു പ്രഷർ കിട്ടി. വേറെ വഴിയില്ല, ഇതിനും വേറെ വഴിയില്ല ഗൈസ്. വീട്ടുകാര് ഭയങ്കര കിട്ടി. അപ്പോൾ എന്താ വെച്ച് ഫുള്ളായിട്ടല്ല വരും. ഇവിടെ അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ തോക്കും. ഞാൻ കോച്ചിങ് ചെയ്യണം, എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇനി ബൂട്ട് ക്യാമ്പിൽ AK ടോക്കും അതേപോലെ തന്നെ ചിന്നു ദേവിക കാണൂല. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. ഇരുന്ന് പറഞ്ഞിട്ട് എന്താ ശോകം പോലെ പറ ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. അടുത്ത കരച്ചിൽ കൊമ്പാച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഓൾ. ബൈ ടാറ്റ. ഗൈസ് ഞാനങ്ങനെ തിരിച്ച് ബൂട്ട് ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കുറേ പേര് മിസ്സിങ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ബൂട്ട് ക്യാമ്പിൽ സംഭവിക്കണ? ഒന്ന് നാട്ടിൽ പോയി വന്നപ്പോൾ 2 ആൾക്കാർ പറഞ്ഞു. അങ്ങനെ വരാതിരിക്കൊന്നുമില്ല. അപ്പോൾ കണ്ടു ക്ലിപ്സ് ഒക്കെ. അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ, പ്രത്യേകിച്ച് AK വന്ന സമയത്ത് കുറച്ച് നല്ല വിഷമത്തിലായിരുന്നില്ല, നല്ല ഷോക്കായിരുന്നു. ഭയങ്കര വിഷമത്തിലായിരുന്നു. അവൻ യാത്ര പറയുന്ന നിങ്ങളൊന്നും നമുക്ക് എടുത്ത് അവൻ അത്രയും സങ്കടപ്പെടുന്നത് നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ കൊണ്ട് അത് ആ സമയത്ത് ക്യാമറ പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലും അല്ലായിരുന്നു. സോ അപ്പം 2 പേര് കൂടി പോയി. ഇനി എത്ര പേരാളെ? 1 2 ഒരാൾ കോളേജിലാണ്. വക്രി കോളേജ് പോയിക്കാണ് ഗൈസ്. ഇല്ലേ ഇപ്പോൾ ഈ കൂട്ടത്തിൽ വക്രിയും വന്നേരെ ഇവരൊക്കെ തന്നെ ഉള്ളൂ. ബട്ട് നമ്മൾ ഇതുപോലെ എല്ലാ സിറ്റുവേഷൻസും വരും അല്ലേ റാഷി? നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന ഒരു വലിയ മീറ്റിംഗ്, ഒരു 3 മണിക്കൂറോളം പോയി ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് പഴയ ബൂട്ട് ക്യാമ്പിൽ ഗെയിം എല്ലാം ബാനായി നമ്മുടെ സ്പോൺസർഷിപ്പ് കട്ട് ചെയ്ത സമയത്ത് നമ്മളിരുന്നു. അന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചു, എടാ മുന്നോട്ട് പോകണോ, എന്ത് ചെയ്യണം, എന്താണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ള രീതിയിൽ. എന്നിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് റിസ്ക് എടുത്ത് ചെയ്തെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പോവാണ്. ഒട്ടും അവര് പോലും എക്സ്പെക്ട് ചെയ്യാതാണ് പോയിരിക്കുന്നത്. മെന്റലി പ്രിപ്പയർ ആയിട്ടില്ല അവര് പോയിരിക്കും. വാസ്കോ പിന്നെ ഒരു വട്ടം ഇങ്ങനെ പോയി സംസാരിച്ചിട്ട് വരാൻ നോക്കി. ആകെ ഇതായ പോയ ചടപ്പായ പോയിട്ട് അവനെ നമുക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയിൽ അവനും ഇരുന്നത്. അപ്പൊ നിങ്ങള് കമന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഇടുക. എന്നെ പറഞ്ഞോ, ഞാൻ കേൾക്കാം, കുറെ കേൾക്കുന്നുണ്ട്, ഞാൻ കേട്ടോളാം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു പ്രത്യേകിച്ച് ഇത്രയും പേരുടെ അടുത്ത് ഒറ്റപ്പെടുമ്പം ഓരോരുത്തരും പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഡ്രോമ ഉണ്ട്, നമ്മളെ ഫീൽ ഉണ്ട്. അതിന്ന് നമ്മൾ മറികടന്ന് വീണ്ടും വീണ്ടും അടിപൊളിയാക്കി കൊണ്ടുവരുമ്പോൾ വീണ്ടും അടുത്ത ആൾക്കാർ പോകുന്നു. അപ്പം ഞാൻ ഓക്കെയാണ്. ഇനിയും പലതും സംഭവിക്കുമെന്നറിയാം. ഞാൻ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യും. പിന്നെ ഈ ലോല ഹൃദയന്റെ ഒക്കെ കാര്യം വല്ല അറ്റാക്ക് എങ്ങാനും തുടങ്ങി. അപ്പം ഈ എല്ലാരെ കൊണ്ടും ചിലപ്പം ആ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ കമന്റ്സിൽ നിങ്ങൾ അവരോടുള്ള സ്നേഹം ഇഷ്ടം കൊണ്ട് പറയുന്ന അല്ലെങ്കിൽ കുറെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാവും, വിഷമാവും. അപ്പൊ അത് നിങ്ങളൊന്ന്
പറ്റുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്, ബട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മളൊന്ന് ആലോചിക്കുകയാണ് ഇനി ബൂട്ട് ക്യാമ്പ് മുന്നോട്ട് വേണമെന്നുള്ളത്. എല്ലാ പ്രാവശ്യവും എന്ത് സിറ്റുവേഷൻസ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും അല്ലെ, എല്ലാവരുടെ തീരുമാനങ്ങളും ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കുക. സോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഒരു ഓപ്ഷൻ ആയിട്ടേ ഞാൻ വെക്കാറുള്ളൂ. അതുപോലെ തന്നെ വക്രി വന്നിട്ട് ഇപ്പൊ ജാബിയും വീട്ടില, ജാബിയും വരും രാത്രി, അപ്പൊ ജാബിയും വരും, വക്രി വന്നിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് അല്ലേ മുന്നോട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഇനിയിപ്പോ ഇവിടെ ഉള്ളവരാണ്, നമുക്ക് ഉള്ളവരെ വെച്ചിട്ടുള്ള എന്തായാലും കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്, ഇത് മുന്നോട്ട് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം ബൂട്ട് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. വളരെ രസകരമായ ഒരു വീഡിയോ അല്ല, നിങ്ങൾക്കും സന്തോഷവും ഒരുപാട് നല്ല കാര്യങ്ങളും ഇല്ല, നമുക്കും ഇല്ല. നമ്മൾ വിചാരിച്ച കുറെ കാര്യങ്ങളിലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, സാഹചര്യങ്ങൾ കുറെ മാറി, പിന്നെ അതിനെക്കാട്ടി പലരും മാറി. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഹേർട്ട് ഉണ്ടാക്കാൻ നോക്കുന്നില്ല, ആരെക്കുറിച്ച് ഒരു ഇതും പറയുന്നില്ല. എല്ലാം നടക്കേണ്ട പ്രോസസ്സായിരുന്നു, നടന്നു. നമ്മൾ എന്തായാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടെ കമന്റ് ചെയ്യുക, അഭിപ്രായം നിങ്ങൾ പറയാം ഗൈസ്. ഇല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് നമ്മൾ വെക്കാണ്ട്, ആ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കാണാം ഗൈസ്.